ഇവിടെ എന്താ അമ്മ ഉണ്ടായത്? ശാരികേച്ചി എന്നെ കാണാനായിട്ട് ഇന്ന് ഓഫീസിലേക്ക് വന്നു. ഒരു മീറ്റിംഗ് നടക്കുമ്പോ അങ്ങനെ പുറത്തു വന്ന് ബഹളം ഉണ്ടാക്കുന്നത് ശരിയാണോ? ഞാൻ എന്തായാലും ശാരികേച്ചി വിളിക്കട്ടെ. എടി, ശാരിക ഇവിടുന്ന് ഇറങ്ങിപ്പോയത് ഞങ്ങളോട് ആരോടും പറഞ്ഞിട്ടല്ല. അവൾ അവിടെ വന്നിട്ടുണ്ടെങ്കിൽ അതവള് സങ്കടം പറയാൻ വേണ്ടിയിട്ടായിരിക്കും. സങ്കടം? എന്ത് സങ്കടം? അത് പിന്നെ ശാരിക ഇനി ഇവിടെ ഇങ്ങനെ നിർത്തിയിട്ട് കാര്യമില്ലല്ലോ. രാജീവിന്റെ അമ്മയായി സംസാരിച്ച് പ്രശ്നങ്ങളില്ലാതെ കാര്യങ്ങൾ പരിഹരിക്കാനായി ഞങ്ങൾ അവളെയും കൂട്ടി അങ്ങോട്ട് പോകാൻ തയ്യാറായതാ. പക്ഷെ അപ്പോഴേക്കും രാജീവ് ഇങ്ങോട്ട് ബന്ധം വേർപെടുത്താനുള്ള വക്കീൽ നോട്ടീസ് അയച്ചു. വക്കീൽ നോട്ടീസ് അയച്ചെന്നോ? അവന്റെ അമ്മയും അമ്മാനും കൂടി ചേർന്നൊപ്പിച്ച പണിയാണെങ്കിലും അവനൊപ്പിടാതെ വക്കീൽ എന്തായാലും ഇങ്ങോട്ട് അയക്കില്ലല്ലോ. അപ്പൊ അവനും ഇതിൽ പങ്കുണ്ട് മോളെ. ഇതറിഞ്ഞപ്പോ മുതല് മാനസികമായി ആകെ തകർന്ന അവസ്ഥയിൽ അവള്. ഒറ്റയ്ക്ക് ജീവിക്കും, ജീവിച്ചു കാണിക്കും എന്നൊക്കെ വാശിയുടെ പുറത്ത് പറയുമെങ്കിലും നമുക്ക് തുണയുണ്ടെന്ന് പറയുന്ന ഒരാൾ തള്ളിപ്പറയുമ്പോ ആരായാലും തകർന്നു പോകും മോളെ. നിങ്ങളുടെ അച്ഛൻ എന്നെ തള്ളി പറഞ്ഞപ്പോഴും ഒറ്റപ്പെടുത്തിയപ്പോഴും പിടിച്ചു നിൽക്കാനുള്ള കരുത്ത് എനിക്ക് കിട്ടിയതും ജീവിക്കാൻ മനസ്സിൽ ആഗ്രഹം ഉണ്ടാക്കിയതും ഈ കുടുംബശ്രീ ഹോട്ടൽ ഇവിടെ ഉള്ളതുകൊണ്ടാ. പിന്നെ പ്രതിസന്ധികളെ തരണം ചെയ്ത് കിട്ടിയ ഒരു മനസ്സും എനിക്കുണ്ടായിരുന്നു. ഇത് രണ്ടും ശാരികയ്ക്കില്ല. സ്വാഭാവികമായിട്ട് അവള് തളർന്നും തകർന്നും പോയിട്ടുണ്ട്. മോളെ, അത് പറയാനായിരിക്കും അവൾ അവിടെ വന്നത്. എന്നിട്ട് അവൾ എന്താ പറഞ്ഞേ? അവളെവിടെ? ഇതുവരെ എത്തിയില്ലല്ലോ. ഇതുവരെ എത്തിയില്ലേ? എന്നെ കാണാൻ പറ്റാത്തതിന്റെ ദേഷ്യത്തില് അവിടെ നിന്ന് അപ്പൊ തന്നെ ഇറങ്ങിന്നാണല്ലോ അവന് പറഞ്ഞേ. അപ്പം ശാരികേച്ചി ഇതെവിടെ പോയി? അപ്പോ ഈശ്വര, ഈ വല്ല ആപത്തിൽ ചെന്ന് ചാടുവോ? മേലും കീഴും ഒന്നും നോക്കാത്ത പെണ്ണ. അവളുടെ പൊട്ടബുദ്ധിക്ക് എന്തെങ്കിലും. ദേവി, എന്റെ കുഞ്ഞിനൊരാപത്ത് വരുത്തല്ലേ. നീ ഇനി അതോർത്ത് എന്തെങ്കിലും വരുത്തി വെക്കണ്ട. അവളിങ്ങോട്ട് വരും. കൊച്ചുകുട്ടിയൊന്നുമല്ലല്ലോ, തിരിച്ചറിവായതല്ലേ. എവിടേക്കെങ്കിലും ഇറങ്ങിപ്പോകുമ്പോ വീട്ടിലുള്ളവരോടൊന്ന് പറഞ്ഞിട്ട് പോകണമെന്നുള്ള സാമാന്യ മര്യാദ പോലും അവൾ കാണിച്ചില്ലല്ലോ. ഈശ്വര, നീ ഇവിടെ ഉണ്ടായിരുന്നില്ല. അതാ പറഞ്ഞത്, കുറെയൊക്കെ തന്റെ ഇടം നമ്മുടെ മോക്കുണ്ട്. എടുത്ത് ചാടി ഓരോന്നും അങ്ങോട്ട് ചെയ്യും. എന്നിട്ട് അതിന്റെ ഭവിഷ്യത്ത്